ക്രിയേറ്റീവ് ജെ. അപ്പോൾ എന്നോട് കുറേ പേര് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എന്നും ഈ ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ടല്ലേ ഡോൾസ് ചെയ്യണേ, ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇപ്പോൾ മോൾഡിറ്റ് പോലത്തെ ക്ലേ വെച്ചിട്ട് എന്താ ഡോൾസ് ചെയ്യാത്തതെന്ന്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ബിഗ് ബോട്ടിൽ ഡോൾസൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫേസ്, കൈകളൊക്കെ നമ്മൾ മോൾഡിറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുട്ടി കുട്ടി ആർട്ടിക്കിൾസൊക്കെ നമ്മൾ മോൾഡിറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് ഡോൾസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഡോൾസ് ചെയ്യുമ്പോൾ പൊതുവേ മോൾഡിറ്റ് അങ്ങനെ എനിക്കൊരു ആപ്റ്റായിട്ട് തോന്നിയിട്ടില്ല. ക്ലേ മോശമെന്നല്ല പറയണത്, അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് താഴെ വീണാൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ പലപ്പോഴും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഹോം മെയ്ഡ് ക്ലേസ് ആണ് യൂസ് ചെയ്യാറ്, പേപ്പർ ക്ലേയോ പോർസലീനോ ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചോദിക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ ക്ലേ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മോൾഡിഡ് ക്ലേ വെച്ചിട്ട് ഇന്നൊരു കുട്ടി ഡോൾ ഉണ്ടാക്കാം. ഇതൊരു കീ ചെയിൻ മോഡൽ ഓഫ് ഡോളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ഡോൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് മോൾഡിറ്റ് ക്ലേ ആണ്. ഇത് ഫെവിക്രിൽ മോൾഡിറ്റ് എന്ന് പറയും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു എപ്പോക്സി ക്ലേ ആണ് കേട്ടോ. എപ്പോക്സി ക്ലേ എന്ന് പറഞ്ഞാൽ ഒരു റെസിൻ ഉണ്ടാവും, ഒരു ഹാർഡനർ ഉണ്ടാവും. രണ്ടും ഈക്വൽ പോർഷനിൽ എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വൈറ്റ് കളറിൽ കിട്ടും. ഇത് തന്നെ ഇതേ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് എംസിൽ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ഉണ്ട്, അറിയോ? ഈ നമ്മുടെ പൈപ്പിലൊക്കെ ലീക്ക് ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലാക്ക് കളറിലുള്ള എംസിയിൽ കുറച്ചും കൂടി ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ മോൾഡിഡ് ക്ലേ ശരിക്കും ക്രാഫ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആപ്റ്റായിട്ടാണ്. രണ്ടും എപ്പോക്സി കോമ്പൗണ്ട് ആണെങ്കിലും നമ്മുടെ മോൾഡിഡ് ക്ലേക്ക് കുറച്ചും കൂടെ വാട്ടറൊക്കെ വെച്ചിട്ട് സ്മൂത്ത് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ടാവും. അതുപോലെ തന്നെ ഇതൊരു കുറച്ചും കൂടെ ഒരു ക്രാഫ്റ്റ് ഫ്രണ്ട്ലി ക്ലേ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെന്ന് മാത്രം. അപ്പോൾ ഞാൻ എംസിയിൽ യൂസ് ചെയ്തിട്ട് ഒരുപാട് വർക്ക് ആദ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആദ്യം സ്കൾപ്റ്റിംഗ് തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ കൈക്കൊക്കെ കുറച്ച് അലർജി വരും, അത് കുറച്ചും കൂടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാകുമ്പം കുറച്ചും കൂടെ ക്രാഫ്റ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്കങ്ങനെ അലർജി കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ മോൾഡിഡ് ക്ലേ നിങ്ങൾക്ക് ഒരുപാട് പേര് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ മോൾഡിറ്റ് വെച്ചിട്ട് ഡോൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ബോഡി സ്കൾപ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സാധാരണ ക്ലേ വെച്ച് സ്കൾപ്റ്റ് ചെയ്യണ പോലെ ബോഡി സ്കൾപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം ഇത് കുറച്ച് ഭയങ്കര ലൂസായിരിക്കും. സോ അതുകൊണ്ട് ഷേപ്പ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ എണ്ണയോ എന്തെങ്കിലും തടവിയതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇതുപോലെ ബോഡി സ്കൾപ്റ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു കുട്ടി ഡോളാണ് ചെയ്യണത്. കുട്ടി ഡോൾ മീൻസ് സൈസ് ചെറിയൊരു ഡോളാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബോഡി ഇതുപോലെ ആദ്യം സ്കൾപ്റ്റ് ചെയ്യണ ബോഡി പാർട്സ് എല്ലാം. സ്കൾപ്റ്റിംഗ് ബോഡി പാർട്സിൻ്റെയൊക്കെ ഒരുപാട് ഡോൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇതിലെങ്ങനെയാണ് ചെയ്യണതെന്നൊന്ന് കാണിക്കുന്നേ ഉള്ളൂ, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബോഡി സ്കൾപ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ഒരു സർഫസിൽ നിന്ന് നമുക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ കുറേയേറെ എണ്ണ ഇങ്ങനെ തടവിയിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, ഇല്ലെങ്കിൽ അത് വിട്ടുപോരില്ല കേട്ടോ സർഫസിൽ നിന്ന്. എന്നിട്ട് നമുക്ക് ഫേസും കൂടെ ഉണ്ടാക്കി കൊടുക്കാം. ഈ ഒരു മേക്കിങ് കുറച്ചും കൂടിയും ടഫാണ്, രണ്ട് സൈഡിലും നമ്മൾ സ്കൾപ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കുറച്ച് ഭാഗമല്ലേ ഫ്രണ്ടിലുള്ള ഒരു കുറച്ച് ഭാഗം നമ്മളിപ്പം സ്കൾപ്റ്റ് ചെയ്യുന്നുള്ളൂ, ഇനി ബാക്ക് സൈഡിലുള്ള ഡീറ്റെയിലിങ് നമ്മൾ ഇതെടുത്തതിന് ശേഷം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആർമേച്ചറോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ അതിൻ്റെയൊക്കെ പുറത്ത് സ്കൾപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മളതൊന്നും ഉപയോഗിക്കാതെ ക്ലേ മാത്രം വെച്ചിട്ടാണ് ചെയ്യണത്, കാരണം എൻ്റെ അടുത്ത് ബേസ് മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. ഇപ്പം അങ്ങനെ ആരും ഒന്നും പറയാറില്ലല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന്. സോ അതുകൊണ്ട് ഞാൻ ക്ലേ മാത്രം വെച്ചിട്ട് ഇതിൽ കാണിച്ചു തന്നെ. ഇനി നമ്മൾ ആ ഒരു പകുതി ഭാഗം ഉണങ്ങിയിട്ട് അത് മാറ്റിയെടുത്തു. അതിനുശേഷം ബാക്ക് സൈഡിലുള്ള ഡീറ്റെയിലിങ്ങും കൂടെ നമ്മൾ ക്ലേ വെച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സർഫസ് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഉണങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ബോഡി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്കൾപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫേസിൽ നമ്മൾ ലിപ്സിൻ്റെ ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല, ലിപ്സ് സ്കൾപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. അവിടെ നമ്മൾ കാർട്ടൂണിഷ് ആയിട്ടുള്ള ഒരു ഫേസാണ് വരച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ ലിപ്സ് സ്കൾപ്റ്റ് ചെയ്തില്ല. വേണമെങ്കിൽ സ്കൾപ്റ്റ് ചെയ്യാൻ, ഞാനിവിടെ ഒരു വെറൈറ്റിക്ക് സ്കൾപ്റ്റ് ചെയ്യുന്നില്ല വെച്ചു. ഇനി ഒരു കീ ചെയിൻ ഡോളാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ തലയുടെ പുറകിലായിട്ട് കുറച്ച് ക്ലേ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഒരു ഐപ്പിനും കൂടെ ഫിക്സ് ചെയ്ത്
ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ തല മാത്രം ലാസ്റ്റാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കിൻ കളർ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഡോളിന് സ്കിൻ കളർ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ കണ്ടു നോക്കാം. അതിനുശേഷം നമ്മളെ ഹെഡ് ബോഡിയായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രോങ് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഓൾറെഡി ആ ഒരു കമ്പി കൂടെ നമുക്ക് ഫേസ് ഫിക്സ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനത് വെച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡോള് ചെയ്യണ പോലെ ഒരു കമ്പി എക്സ്ട്രാ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ഇനി നമ്മളിപ്പോൾ ഫേസാണ് വരച്ചുകൊണ്ടിരിക്കേണ്ടത്. ഞാനൊരു ബിഗ് ഐസ്, രണ്ട് വലിയ കണ്ണുകളും പച്ച കളറിലുള്ള 2 കണ്ണാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഫേസിൽ അധികം ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്താലും ആൾക്കാർക്ക് അതങ്ങനെ അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി. വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ചെയ്യുന്നത്. ഒരുപാട് എന്താ പറയുക തിളങ്ങുന്നത് പോലത്തെ ഒന്നും അല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ചെയ്യുന്നത്. ഇത്തവണ ഞാൻ ഒരു ബോക്സ് പ്ലീറ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. തുന്നലൊന്നും എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസൊക്കെ ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. എൻ്റെ ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കരകരാന്ന് കേൾക്കണത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ കോട്ടൺ ക്ലോത്താണ്. ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ക്ലോത്തിൽ ഒരു പീസാണിത്. അപ്പോൾ അത് വെച്ചിട്ടൊരു കുട്ടി ഡ്രസ്സ് ചെയ്യാൻ വിചാരിച്ചു. അതുപോലെ ഇത് നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചുരുക്കെടുക്കുന്നത്. അപ്പോൾ കുറച്ച് പഫി ആയിട്ടുള്ള സ്ലീവ്സ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം അത് തമ്മിൽ കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു വിടർന്നൊരു സർക്കിൾ പോലെ കിട്ടും. അതാണ് സ്ലീവ്സായിട്ട് യൂസ് ചെയ്യണത്. കണ്ടോ, ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ലീവ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ എൻ്റെ കൈ കിട്ടിയൊരു ക്ലോത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. എന്നിട്ട് നമ്മൾ സ്ലീവ്സിൻ്റെ ഒരു പോർഷൻ, ഒരു സർക്കിൾ വന്നിട്ട് ഇതിനകത്തേക്ക് കൈ കൂടെ കയറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ്. ഞാനിവിടെ ഫെവിക്കോൾ ഓളിഫിക്സ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിങ്ങനെ വെച്ചതിന് ശേഷം ഒരു കപ്പ് പോലെ കിട്ടും. നമുക്ക് ആ ഒരു എൻഡ് ഇങ്ങനെ ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ നല്ലൊരു പഫി ആയിട്ടിരിക്കും. അത് കുറച്ചും കൂടി ഒരു നല്ലതാണെന്ന് തോന്നി, അങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സാധാരണ പഫ് ഉള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ പഫി ആയിട്ട് ഇരിക്കട്ടെ വിചാരിച്ചു. ഏതായാലും നമ്മൾ സിമ്പിൾ ഡ്രസ്സല്ലേ ചെയ്യണേ, അപ്പോൾ സ്ലീവ്സൊക്കെ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചു. പിന്നെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ബാക്ക് സൈഡിലും കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവബിൾ ഡ്രസ്സ് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതൊരു മോൾഡിച്ച് വെച്ച് ചെയ്തത് കൊണ്ട് തന്നെ ഇത് കുറച്ച് വെയിറ്റുള്ള ഡോളാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് കളിക്കാനോ കൂടുതൽ അങ്ങനെ അതിൽ പെരുമാറാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ സാധാരണ ഒരു ഇതുപോലെ കീ ചെയിൻ പോലെ തൂക്കിയിട്ടാൽ തന്നെയും കുറേ നാൾ നിൽക്കും നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനവിടെ റിമൂവബിൾ അല്ലാത്ത ഡ്രസ്സാണ് ഇവിടെ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്കേർട്ട് പോർഷൻ ഇതിലേക്ക് മടക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വിടർന്ന് നിന്നോളും. എനിക്കറിയാം കേട്ടോ, ഇതിൽ അധികം ഇങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോത്തൊന്നും അല്ലാന്ന്. ഇനി നമുക്ക് ഷൂസ് ഉണ്ടാക്കി കൊടുക്കാം. ഇത്തവണ നമ്മുടെ സ്വന്തം കോട്ടൺ വെച്ചിട്ട്, നമ്മൾ സാധാരണ പഞ്ഞി വെച്ചിട്ട് നമ്മൾ സാന്റാക്ലോസിന് ചെയ്ത അതേ മെത്തേഡിൽ ഷൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ക്ലേ എടുക്കാൻ മടിയായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ക്ലേ വെക്കാതെ പഞ്ഞി വെച്ചിട്ട് ഷൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പഞ്ഞി വെച്ചിട്ട് നമ്മൾ ഫുൾ പഞ്ഞി വെച്ചിട്ട് ഒരു ഡോളിനെ ചെയ്യുണ്ടായി കഴിഞ്ഞ ദിവസം. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആദ്യമായിട്ട് ആ ഒരു ആർട്ട് ട്രൈ ചെയ്തത് സാന്റാക്ലോസിനെ. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി മീൻസ് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ചിലവരുടെ വിശ്വാസം സാന്റാക്ലോസ് ക്രിസ്മസിന് വേണ്ടി മാത്രം വരുന്ന ആളാണ്. സോ അതുകൊണ്ട് ക്രിസ്മസിന് മാത്രമേ അത് പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടും ചില ആൾക്കാർക്ക് അത് അങ്ങനെ ആ രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്
എനിക്ക് തോന്നണില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ അങ്ങനെ ഒരു ഡോള് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മെത്തേഡിലാണ് നമ്മളിവിടെ ഷൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹെയർ ആണ് വെച്ച് കൊടുക്കേണ്ടത്. ഇത്തവണ ഞാനൊരു ബ്രൗൺ കളർ ഹെയർ ആണ് വെക്കുന്നത്. അപ്പോൾ ഇതൊരു ഷൈനി ബ്രൗൺ കളറിലുള്ള ഒരു ഹെയർ ആണ്. ഇത് ഹെയർ എന്ന് പറഞ്ഞാൽ ഇത് വുളൻ ത്രെഡ് തന്നെയാണ് കേട്ടോ. കുറച്ചും കൂടെ ഇങ്ങനെ ഇഴകൾ ഇങ്ങനെ പിരിച്ച് വെക്കാതെ നേരിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. വൂള് മാത്രമായിട്ട് വൺ സ്ട്രാൻഡഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഡോളിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചതായിരുന്നു. ഇന്ന് നമ്മൾ ബ്ലാക്ക് അല്ലേ ട്രൈ ചെയ്യണേ, അപ്പോൾ ഇച്ചിരി വെറൈറ്റിക്ക് ബ്രൗൺ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിൽ പല കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ഡോള്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ വേണമെങ്കിൽ സ്റ്റൈലൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിതിങ്ങനെ കീ ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ തൂക്കിയിടാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഇത് മറ്റ് ക്ലേ ഡോൾസ് പോലെ നമ്മളെ കോൾപോസ്ലീനോ പേപ്പർ ക്ലേയോ പോലെ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിരിക്കില്ല. അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബേസ് മെറ്റീരിയൽ അലുമിനിയം ഫോയിലൊക്കെ ബേസായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ റോൾ സ്കൾപ്റ്റ് ചെയ്യണ പോലെ ചെയ്താൽ വെയിറ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്രിയേഷൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചീസ്.